മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുവാരക്കുണ്ട് സ്റ്റേഷൻ പരിധിയിൽ ചെങ്കോട് വനത്തിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. വനപാലകർ സംഭവസ്ഥലത്തെത്തി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, എങ്ങനെയാണ് കാട്ടാന ചരിഞ്ഞത്? ഈ മലപ്പുറം നിലമ്പൂരിലാണ് അത്തരത്തിൽ കാട്ടാനയെ ഇന്ന് രാവിലെയോടുകൂടി ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. കരുവാരക്കുണ്ട് സ്റ്റേഷൻ പരിധിയിലാണ് ചെങ്കോട് വനത്തിൽ, അതായത് ഈ ചെങ്കോട് വനത്തിനുള്ളിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വനപാലകർ ഇന്ന് രാവിലെ തന്നെ സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് തരത്തിലാണ് ഈ ആന മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. ഈ ആനയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ വനപാലകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിനീഷ്, ഈ ആനയെ മറ്റാരെങ്കിലും ആക്രമിച്ചതാണോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രാഥമിക പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് തലക്കേറ്റ ക്ഷതമാണ് എന്നാണോ? അതെ വിനീഷ്, പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഈ വനപാലകരും മറ്റും കണ്ടത് ഈ ആനയുടെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇത് കാരണമായിരിക്കാം ഒരുപക്ഷെ മരണം സംഭവിച്ചത് എന്നുള്ള ഒരു സംശയത്തിലാണ് നിലവിൽ വനപാലകരും മറ്റുദ്യോഗസ്ഥരും ഉള്ളത്. എന്നാൽ പ്രധാനമായി പറയേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം വരൂ, വ്യക്തത വരൂ എന്നുള്ളതാണ് വനപാലകരടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനയുടെ ജഡം കണ്ടെത്തിയത് ചെങ്കോട് വനമേഖലയിലാണ്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നു. പ്രാഥമികമായ വിലയിരുത്തൽ ആനയുടെ തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണം, അല്ലെങ്കിൽ ആന ചരിയാൻ കാരണമെന്നാണ് ഇപ്പോൾ സോണൽ റിപ്പോർട്ട് ചെയ്യുന്നത്.